ഹായ് എവരിവൺ, സോൾ ഫിസിയോൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഫോർവേഡ് ഹെഡ് പോസ്ചർ. ഇപ്പോൾ ഏകദേശം ക്ലിനിക്കിലൊക്കെ ഒരു ഡെയിലി 2-3 കേസൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു IT പേഷ്യൻസ്, അതുപോലെ കൂടുതൽ ഡെസ്ക് ടോപ്പ് ജോബ് ഒക്കെ ഉള്ള ആൾക്കാർ കൂടുതൽ നെക്ക് പെയിൻ ആയിട്ട് വരുന്നുണ്ട്. നെക്ക് പെയിൻ, ബാക്ക് പെയിൻ. സോ അതിൻ്റെ മെയിൻ കാരണം അത് എങ്ങനെ റിയാബ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഈ ഫോർവേഡ് ഹെഡ് പോസ്റ്ററിൽ അധികം ആൾക്കാരും വരുന്ന പെയിന് ഈ അപ്പർ ട്രപ്പീഷ്യസ് ആണ്. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം, ഇപ്പോൾ ഒരു ഡെസ്ക് ടോപ്പ് ജോബ് ആകുമ്പോൾ ഒരു ലാപ്ടോപ്പ് ഈ ഒരു ദിശയിൽ നിൽക്കുമ്പോൾ അവരൊരു ടൈപ്പിങ്ങിന് വേണ്ടി കൈകൾ ഇങ്ങനെ വെക്കുമ്പോൾ ബോഡി ഓട്ടോമാറ്റിക്കലി ഒരു 1 hour 2 hour കൂടുതലൊക്കെ ഇരിക്കുമ്പോൾ ബോഡി ഓട്ടോമാറ്റിക്കലി ഒരു സ്ലൗച്ച് പോസ്റ്ററിലേക്ക് പോകും. ഈ സ്ലൗച്ച് പോസ്റ്റർ പ്ലസ് നമ്മൾ ടൈപ്പിങ്ങിന് വേണ്ടി ഇരിക്കുമ്പോൾ ഈ ഷോൾഡർ എന്ത് ചെയ്യും, ഒരു ഫോർവേഡ് ഷോൾഡർ ഒരു ഇൻറ്റേർണൽ റൊട്ടേഷനിലേക്ക് വരും. ഒരു ഇൻറ്റേർണൽ റൊട്ടേഷനിലേക്ക് വരും. ഇൻറ്റേർണൽ റൊട്ടേഷനിൽ വരുമ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, ഈ സ്കാപ്പുല ഈ ബോണൊന്ന് ഇങ്ങോട്ട് റിട്രാക്റ്റഡ് പൊസിഷനിലേക്ക് മാറും. ഈ പ്രൊട്രാക്റ്റഡ് പൊസിഷനിലേക്ക് മാറുമ്പോൾ ഇവിടെ ഈ റോംബോയിഡ്സ് മസിൽ, സ്കാപ്പുല സ്റ്റെബിലൈസേഴ്സ് എന്ത് ചെയ്യും, ഒരു സ്ട്രെച്ച് വീക്ക്നെസ് വരും. അതുപോലെ തന്നെ ഒരു ലാപ്പ് അല്ലെങ്കിൽ ഒരു ഡെസ്ക് ടോപ്പിലേക്ക് കൂടുതലായി ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു ഓട്ടോമാറ്റിക്കലി ഹെഡ് ഫോർവേഡ് ഹെഡ് പോസ്റ്ററിലേക്ക് ഇങ്ങോട്ട് വരും. അപ്പോൾ ബോഡിൻ്റെ ഈ ലൈൻ ഓഫ് ഗ്രാവിറ്റി ഇച്ചിരി ഒന്ന് മുന്നോട്ട് എന്ത് ചെയ്യും, ആൻറ്റീരിയർലി ഷിഫ്റ്റ് ആവും. അപ്പോൾ ഈ ലൈൻ ഓഫ് ഗ്രാവിറ്റി മുന്നോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ബോഡി ബാക്ക് മസിൽസ് എന്ത് ചെയ്യും, അതിനെ ബാക്കോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. പോസ്റ്റീരിയറിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ബാക്ക് മസിൽസ് കൂടുതലായി കൺട്രാക്ഷൻ വരും. അപ്പം അങ്ങനെ എന്ത് ചെയ്യും, ഈ ട്രപ്പീഷ്യസ് അല്ലെങ്കിൽ ട്രപ്പീഷ്യസ് മസിൽ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ഓവർ ആക്ട് ചെയ്യും. അപ്പം അങ്ങനെ ഫാറ്റിക് വീക്ക്നെസ് വന്നിട്ട് അവിടെ എന്ത് ചെയ്യും, അവർക്ക് പെയിൻ വരും. ഇതാണ് ഒരു മെയിൻ റീസൺ. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഈ ഇൻറ്റേർണൽ റൊട്ടേഷൻ പ്ലസ് സ്കാപ്പുല മൂവ്മെൻറ്റ് പ്ലസ് അപ്പർ ട്രപ്പീഷ്യസ് പെയിന്. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജ് ഇതെങ്ങനെ നമ്മൾ റിയാബ് ചെയ്യാമെന്നാണ്. റിയാബിൽ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റിൽ ഈ അപ്പർ ട്രപ്പീഷ്യസിനെ നന്നായി റിലീസ് ട്രിഗർ പോയിന്റ്സ്, അതുപോലെ തന്നെ കപ്പിങ്, അതുപോലെ മെഷീൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് യൂസ് ചെയ്യാം. റിയാബിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അപ്പർ ട്രപ്പീഷ്യസിനെ റിലീസ് ചെയ്യുക, അതുപോലെ തന്നെ ഈ പെറ്റോറൽ മസിൽസിനെ നന്നായി സ്ട്രെച്ച് ചെയ്യുക. ഇൻറ്റേർണൽ റൊട്ടേഷനിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താ ഷോർട്ടൻ പൊസിഷനിലായിരിക്കും, നന്നായി സ്ട്രെച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സ്കാപ്പുല ഈ സ്ട്രെച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് ലൂസാവും. അപ്പോൾ ബോഡിനെ ഓട്ടോമാറ്റിക്കലി ബാക്കോട്ട് കൊണ്ടുവന്നിട്ട് ഈ സ്കാപ്പുല സ്റ്റെബിലൈസേഴ്സിനെ എന്ത് ചെയ്യുക, നന്നായി വർക്ക് ചെയ്യുക. അപ്പോൾ സ്കാപ്പുല എന്ത് ചെയ്യും, നന്നായി സ്റ്റെബിലൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഡെസ്ക് ടോപ്പ് ജോബിൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, സ്കാപ്പുല സ്റ്റെബിലൈസേഴ്സ് ഒന്ന് റിക്രൂട്ട്മെൻറ്റ് വരുമ്പോൾ ബോഡി ഓട്ടോമാറ്റിക്കലി ഒന്ന് സ്ട്രൈറ്റൻ ആവും. അപ്പോൾ ഇതാണ് ഇതിനെ കംപ്ലീറ്റ് റിയാബ്. ഒരിക്കലും ഈ പെയിനിന് ട്രപ്പീഷ്യസ് മാത്രം നോക്കരുത്, നിങ്ങൾ ഈ പെറ്റോറൽസിനെ സ്ട്രെച്ച് ചെയ്യണം. അതുപോലെ തന്നെ അപ്പർ ഈ റോംബോയിഡ്സ്, സെറാറ്റസ് ആൻറ്റീരിയർ, സ്കാപ്പുല സ്റ്റെബിലൈസേഴ്സിനെ നന്നായി സ്റ്റെബിലൈസും ചെയ്യാം. ഓക്കെ, താങ്ക് യു.